പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിളിച്ചു ചോദിക്കുന്നത് പിശാചുക്കളാണ്. യേശുവേ, നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഈ ചോദ്യം ചോദിക്കുന്നവരൊക്കെ ഇങ്ങനെ സാത്താനോട് ചേർന്ന് നിൽക്കുന്നവർ തന്നെയാണെന്ന് ഒന്ന് മനസ്സിലാക്കണം. സ്വർഗത്തിൽ നിന്ന് മാലാഖമാര് നരകക്കുഴിയിലേക്ക് പതിക്കാനായിട്ടുള്ള കാരണം ഇതായിരുന്നു. ദൈവത്തിൻ്റെ പരമാധികാരത്തിന് തങ്ങളെ തന്നെ വിട്ടുകൊടുക്കാനായി മനസ്സില്ലാതെ പോയതുകൊണ്ട് മാത്രം. മാലാഖമാര് ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് താഴെ വീഴാനായിട്ടുണ്ടായ അതേ കാരണം ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ തകർക്കുന്നുണ്ടോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. എന്തൊക്കെ വലിയ നരകക്കുഴിയിലേക്കാണ്, തിന്മകളിലേക്കാണ് നമ്മളൊക്കെ പതിച്ചിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. എൻ്റെ കർത്താവിൻ്റെ അധികാരത്തിന് വിധേയപ്പെടാനും വിട്ടുകൊടുക്കാനും പറ്റാതെ പോയതുകൊണ്ട്. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. അവൻ അധികാരത്തോടുകൂടെയായിരുന്നു അവൻ്റെ വചനം, അധികാരത്തോടുകൂടെ. വീണ്ടും നമ്മൾ വായിക്കും, ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു. ഈ അധികാരത്തിലേക്ക് നമ്മളെ നമ്മുടെ കുടുംബത്തെ ചേർത്ത് വെച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കാം. ഈശോയുടെ അധികാരത്തിലാണോ, അല്ലെങ്കിൽ നമ്മളുടെ അധികാരികളായി നമ്മൾ മറ്റ് വല്ലവരെയും മറ്റെന്തിനെയെങ്കിലും നിശ്ചയിച്ചുറപ്പിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്ക്. കുടുംബത്തിൽ നിന്നിങ്ങനെ എടുത്തു മാറ്റേണ്ട പലരുടെയും പരമാധികാരങ്ങളുണ്ടെന്നേ. നമ്മളെ ഇങ്ങനെ ബന്ധിച്ചിട്ടിരിക്കുന്ന, നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തൊക്കെയോ വിശ്വാസങ്ങൾ, എന്തൊക്കെയോ വസ്തുക്കൾ, ഏതൊക്കെയോ മനുഷ്യർ, ഇവരിൽ നിന്നൊക്കെ നമുക്ക് മുക്തി പ്രാപിക്കേണ്ടതുണ്ട്. കർത്താവ് ഈ വീടിൻ്റെ നായകൻ എന്നെഴുതി വെച്ചിരുന്ന നമ്മുടെ ഉമ്മറങ്ങൾ, ആ ഒരു വാതിൽപ്പടികൾ ഇപ്പോൾ ശൂന്യമാണ്. അവിടെ ഇങ്ങനെ പലവിധ ഡിസൈനുകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. കർത്താവാണ് എൻ്റെ വീടിൻ്റെ നായകൻ എന്ന്, നാഥൻ എന്ന് വിളിച്ചു പറയുന്നതിൻ്റെ ഒരടയാളങ്ങളും കാണാനില്ല. കർത്താവിനെ അല്ലാതെ മറ്റാരുടെയൊക്കെയോ അധികാരത്തിന് കീഴിലേക്ക് നമ്മളെ തന്നെ ഇങ്ങനെ സമർപ്പിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ ജീവിതം വല്ലാതെ പ്രയാസപ്പെട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ ഈ സാധാരണ പറയാനുണ്ടല്ലോ, ഒരു തവളയെ വെള്ളത്തിലിട്ടിട്ട് അത് പതുക്കെ ചൂടാക്കിക്കൊണ്ടിരുന്നാൽ അത് ചത്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയില്ല. നമ്മൾ ഇതേ അവസ്ഥയിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുക. നമ്മൾ എന്തൊക്കെയോ തിന്മകൾ നമ്മളെ ബാധിച്ചു കൊണ്ടിരുന്നിട്ട് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ ഒക്കെ മറ്റ് പല അധികാരങ്ങളും കീഴ്പ്പെടുത്തി കഴിഞ്ഞിട്ടും അതിൻ്റെ ചൂടറിയാനായിട്ട് നമുക്ക് ഇതുവരെയും പറ്റിയിട്ടില്ല. എൻ്റെ മൗനല്ലേ, അത് ചെയ്യില്ല, എൻ്റെ പ്രിയപ്പെട്ട ഒരാൾ അങ്ങനെ ആവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വല്ലാത്ത ഭാരം തരുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ കല്യാണത്തിനും പെരുന്നാളിനും ഈസ്റ്ററിനും ക്രിസ്മസിനും ഓണത്തിനൊക്കെ ഇങ്ങനെ കുടിച്ചു വരുന്ന മക്കളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അമ്മമാരൊക്കെ പറയുന്നുണ്ട്, വല്ലപ്പോഴും അല്ലേ, ഇങ്ങനെയുള്ള സമയത്തല്ലേ അവർ കുടിക്കുന്നുള്ളൂ. ജീവിതം കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് തകർന്നുകൊണ്ടിരിക്കണത്. കർത്താവിനല്ലാതെ മറ്റെന്തിനൊക്കെയോ നമ്മളുടെ ജീവിതത്തെ ഇങ്ങനെ അടിമപ്പെടുത്തിയ നമ്മുടെ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാവുമെന്നാണോ കരുതണേ? കർത്താവെ, ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. ഒന്നാമത്തെ വായനയിൽ അപ്പസ്തോലൻ തെസ്സലോനിക്കക്കാരെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങളെല്ലാവരും പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും പുത്രന്മാരാണ്. പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും പുത്രന്മാരാണ്. നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. ക്രിസ്തുവിൻ്റെ നമ്മുടെ മേലുള്ള അധികാരം അതാണ്. അവൻ്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്തിട്ടുള്ള അധികാരമാണത്. അവൻ നമുക്ക് വേണ്ടി മരിച്ച സ്നേഹത്തിൻ്റെ അധികാരമാണത്. നമ്മളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അന്ധകാരത്തിൻ്റെ അല്ല, പ്രകാശത്തിൻ്റെ പുത്രന്മാരാണ്. അങ്ങനെ ജീവിക്കേണ്ടവരാണ്. അങ്ങനെ ജീവിക്കേണ്ട മനുഷ്യർ, കർത്താവെ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങൾ തന്നെ ഏതൊക്കെയോ അന്ധകാരത്തിൻ്റെ വഴികളിലൂടെ നടന്നു നീങ്ങുന്നുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിലിരിക്കുമ്പോൾ ഒന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണത്. തീക്ഷ്ണമായിട്ടുള്ള പ്രാർത്ഥനയാണ്. അത് വേണമെന്നേ, നിരന്തരമായിട്ട് മുട്ടിന്മേൽ നിന്ന് കരം കൂപ്പി അല്ലെങ്കിൽ കൈകൾ നിവർത്തി നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്.
നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളെയൊക്കെ വല്ലാതെ ബാധിച്ചിരിക്കുന്ന ചില തിന്മകളിൽ നിന്ന്, അന്ധകാര ശക്തികളുടെ ബന്ധനങ്ങളിൽ നിന്ന് നമുക്കൊന്ന് സ്വതന്ത്രരാകണ്ടേ? വചനത്തിൽ നമ്മൾ കാണുന്നത് അതാണ്. കർത്താവ് ഒരു പിശാച് ബാധിതനെ സ്വതന്ത്രനാക്കുന്നത്. കർത്താവിൻ്റെ ആ ഒരു വലിയ പരിശുദ്ധിയുടെ മുൻപിൽ നിലനിൽക്കാൻ പറ്റാതെ ആ പിശാച് ഒഴിഞ്ഞു പോകുന്നത്. കർത്താവിനെ കുടുംബത്തിൻ്റെ നാഥനും രക്ഷകനുമായി എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും അവൻ്റെ പരമാധികാരത്തിന് കീഴിലേക്ക് ഒന്ന് സമർപ്പിച്ചുകൊണ്ടൊന്ന് ക്ഷണിക്ക്. പിന്നീട് മാറ്റം വരുന്നത് കാണാൻ പറ്റും. കർത്താവ് അങ്ങേക്ക് നിരക്കാത്തതൊന്നും തന്നെ എൻ്റെ വീട്ടിലുണ്ടാവാതിരിക്കട്ടെ. ആ ഒരു ചേട്ടൻ്റെ പ്രാർത്ഥന ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കട്ട്ല വയ്ക്കാനായിട്ട് അച്ഛനെ വിളിക്കുമ്പോൾ അച്ഛൻ കളിയാക്കുന്നു, ഇനി ജനല വെക്കാൻ വിളിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അച്ഛൻ ചിരിക്കണ്ട, കാരണം ഞാൻ ഈ വയ്ക്കുന്ന വാതിലിനുള്ളിലൂടെ ഈശോയ്ക്ക് നിരക്കാത്തതൊന്നും തന്നെ എൻ്റെ കുടുംബത്തിലേക്കോ ജീവിതങ്ങളിലേക്കോ പ്രവേശിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാനിത് പ്രാർത്ഥിക്കാൻ പറയണേ. ഈ ഒരു ആഗ്രഹം അത് മതിയെന്നേ. സാത്താനിൻ്റെ വാതിൽക്കൽ പതിയിരിപ്പുന്നുണ്ട്, അത് നിന്നെ വിഴുങ്ങാനായി കാത്തിരിക്കുകയാണ്. നീ അതിന് ഇടം കൊടുക്കരുത്. പാപത്തിനിടം കൊടുക്കാതെ, സാത്താനിടം കൊടുക്കാതെ, കർത്താവിന് നിരക്കാത്തതൊന്നും തന്നെ ഈ കുടുംബത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതെ അവൻ്റെ പരമാധികാരത്തിന് കീഴിൽ സ്വയം സമർപ്പിക്കുന്ന മനുഷ്യരുടെ ജീവിതം സ്വർഗതുല്യമാണ്. മാലാഖമാര് നമ്മുടെ കുടുംബത്തിന് സംരക്ഷണവും കാവലുമാകും. കർത്താവെ, ഞങ്ങൾ അങ്ങയിലേക്ക്, അങ്ങയുടെ അധികാരത്തിലേക്ക്, ഈ ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന അങ്ങയുടെ പരമാധികാരത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. വചനം പറയുന്നുണ്ട്, അവർ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയം വയ്ക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ഈ പ്രപഞ്ചത്തെ തന്നെയും അങ്കുലീചലനം കൊണ്ട് തറപറ്റിക്കാനും നിയന്ത്രിക്കാനും കഴിവുള്ള സർവശക്തനായ ദൈവത്തിങ്കലാണ് നമ്മുടെ ആശ്രയം. കർത്താവെ, ഞങ്ങൾ പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ പരമാധികാരത്തിന് കീഴിലേക്ക് ഞങ്ങളെ തന്നെ, ഞങ്ങളുടെ കുടുംബത്തെ, പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ, ഞങ്ങളെ ഓരോരുത്തരെയും ഈ നിമിഷം സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സാത്താനെ ദൂരെ പോവുക എന്ന് പറയാൻ മാത്രമുള്ള ശക്തി ലഭിക്കേണ്ടതിന് കർത്താവെ, അങ്ങയുടെ പരമാധികാരം കൊണ്ട് ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ നമുക്കുറങ്ങാനായി പോകാം. കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.